കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴത്തേക്കും പല രീതിയിലുമുള്ള കണക്കുകൂട്ടലുകൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത് മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളമായാലും തീർച്ചയായിട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഒരു സർവേ റിസൾട്ടിലേക്ക് പോകേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലെടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ തോതിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം നേമം നിയമസഭാ മണ്ഡലം. ഈ നേമം നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും വലിയ തോതിൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ഒരിക്കൽ BJP MLA വന്നതാണ്. അത് കഴിഞ്ഞ് 2021 ആ സീറ്റ് BJPക്ക് നഷ്ടപ്പെട്ടു. ഇനി 2026 എന്താണ് സംഭവിക്കാനായി പോകുന്നത്? സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ തന്നെ അവിടെ മത്സരിക്കുമ്പോഴത്തേക്കും ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ, അതല്ല ആ സീറ്റിൽ വീണ്ടും ശിവൻകുട്ടി വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. അത് മാത്രമല്ല അവിടെ UDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? നിലവിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന UDFന് ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ? അത് ഈ 2ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ വിജയിക്കുന്ന തരത്തിലേക്കോ കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള, അതായത് അന്തിമഘട്ട സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള അന്തിമഘട്ട സർവേ റിസൾട്ടുകൾ കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സർവേ റിസൾട്ട് പറയുന്നത് അവിടെ ഒരു വലിയ അട്ടിമറി സംഭവിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്നും സീറ്റ് നഷ്ടപ്പെട്ടത് BJPയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് അന്തിമഘട്ട സർവേ റിസൾട്ട് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് അവിടെ BJP വിജയിക്കുമെന്നും ഇടതുപക്ഷം രണ്ടാമതാകുമെന്നും 3ാം സ്ഥാനത്ത് തന്നെ തുടരുമെന്നുമാണ് UDFനും പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാനായിട്ട് BJPക്ക് സാധിക്കും. 2016 നേടിയ വിജയം അത് 2026 ആവർത്തിക്കുമെന്നാണ് ഇപ്പോൾ സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് പറയുന്ന കാര്യമെന്ന് പറയുന്നത്. വിജയിക്കുമെന്ന് പറയും, അത് വിജയസാധ്യത ശതമാനക്കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായി കാണുന്നുണ്ട്. അതായത് 40% രാജീവ് ചന്ദ്രശേഖറിന് വിജയസാധ്യത, ആ ഒരു ശതമാനക്കണക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത്, വിജയസാധ്യത കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന് 40%. എന്നാൽ അവിടെ ഇടതുപക്ഷത്തിന് ശിവൻകുട്ടിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് 36% അവിടെ കൊടുത്തിരിക്കുന്നത് വിജയസാധ്യത കണക്ക്. ഇവിടെ ശബരിനാഥൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കൊടുത്തിരിക്കുന്നത് 24%. അതായത് വളരെയേറെ പിന്നിൽ പോകുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. BJP അവിടെ വിജയിക്കുമെന്നും 2ാം സ്ഥാനത്ത് ഇടതുപക്ഷം മാറുമെന്നും 3ാം സ്ഥാനത്ത് തന്നെയായിരിക്കും UDF എന്നുമാണ് സർവേ റിസൾട്ട് വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സർവേ റിസൾട്ടുകൾ പോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ ആ സീറ്റ് BJP സ്വന്തമാക്കും. 2ാം സ്ഥാനത്ത് അവിടെ ഇടതുപക്ഷം, ആ സീറ്റ് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇനി തരംഗം, UDF തരംഗം കേരളത്തിലുടനീളം ഉണ്ടായാലും 3ാം സ്ഥാനം തന്നെയായിരിക്കും UDFന് നേമത്തെന്നുള്ളതും വ്യക്തമായി പറയുന്ന ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അന്തിമഘട്ടത്തിൽ. തീർച്ചയായിട്ടും ഇതുപോലെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാണ്, UDFന് കനത്ത ക്ഷീണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. BJP സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ജയിച്ചു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് BJPക്ക് വളരെ വലിയ തോതിൽ ഊർജ്ജമേകുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നിയമമണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെയും അവിടെ ഇടതുപക്ഷത്തിന് കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട്, BJPക്ക് കാര്യമായിട്ടുള്ള സ്വാധീനമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടും അവിടെ 3ാം സ്ഥാനം തന്നെയാണ് റിസൾട്ട് എന്ന കാര്യത്തിലും സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കനത്ത പോരാട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJPയും തമ്മിലായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ UDF വോട്ടുകൾ എത്രത്തോളം മാറിയും അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ എത്രത്തോളം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ തവണ നേടിയ വോട്ടുകളെക്കാട്ടിലും കുറയാനാണ് സാധ്യത കൂടുതലായി കാണുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നിയമമണ്ഡലം അവർക്ക് കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തത്തില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. അതുമാത്രമല്ല അതൊരു കോട്ടം തട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു സ്ഥലമായിട്ട് നിയമം UDFന് മാറുമെന്നാണ് സർവേ റിസൾട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതേസമയം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും BJP സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളതും അതിൽ BJP ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതും അതുമാത്രമല്ല അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു മുൻതൂക്കം നേടാൻ സാധിക്കുമെന്നുള്ളതുമാണ് സർവേ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം
BJPക്ക് തലസ്ഥാന നഗരിയിൽ നിയമമണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള മുൻതൂക്കം നൽകുന്ന തരത്തിൽ തന്നെയാണ് സർവേ റിസൾട്ടുകൾ സൂചിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നതെങ്കിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും നിയമം വീണ്ടും സ്വന്തമാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാരണം ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. സർവേ റിസൾട്ട് പോലെ തന്നെ കാര്യങ്ങൾ മാറി മറിയുമോ, അവിടെ BJP അക്കൗണ്ട് തുറക്കുമോ, അതല്ല സർവേ റിസൾട്ടുകളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മുന്നേറ്റം, ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ഇടതുപക്ഷത്തിന് വീണ്ടും അവിടെ 2021 ആവർത്തിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള തരത്തിലും, അതുമല്ല അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെയുള്ള ക്ഷീണം മാറ്റാനായിട്ട് 3-ാം സ്ഥാനം എന്നുള്ള ആ ഒരു സ്ഥാനം മാറ്റി അത് 2-ാം സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു നേട്ടമുണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു വിജയസാധ്യതയിലേക്കോ കുതിച്ചുയരാനായിട്ട് അവിടെ UDFന് സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ടുകൾ പോലെയാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ, മാറുന്നതെങ്കിൽ അവിടെ BJP തന്നെ വിജയിക്കും. അവിടെ 2-ാം സ്ഥാനത്ത് ഇടതുപക്ഷം മാറും, 3-ാം സ്ഥാനത്തേക്ക് UDF കൂപ്പുകുത്തുമെന്ന് തന്നെയാണ് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. കാത്തിരുന്ന് കാണാം എന്തായിരിക്കും തലസ്ഥാന നഗരിയിൽ നിയമമണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന അട്ടിമറി ട്വിസ്റ്റുകൾ എന്നറിയാനായിട്ട് കാത്തിരുന്ന് തന്നെ കാണണം.